ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ഏകദേശം 100-ലധികം മലയാളികൾ മൊസാദിൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതായത് ചാരസംഘടനയിൽ ജോലി ചെയ്യുന്നുണ്ട്, വെൽ ട്രെയിൻഡ്. ഇപ്പോൾ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഇതിലെന്താണ് സത്യം, എങ്ങനെയാണ് അവർ എൻട്രി ചെയ്തത്, എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണത് അങ്ങനെ എൻട്രി ചെയ്യാനുണ്ടായ, എങ്ങനെ, ഏത് രീതിയിലാണ് അവർ എൻട്രി ചെയ്തത്. ജെന്യുവനായിട്ടുള്ളൊരു സംശയമാണ്. മലയാളികളുടെ കഴിവിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് അത് കൺക്ലൂഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാവുന്ന രീതിയിൽ. ഇറാന് മുകളിൽ വർഷങ്ങളായിട്ട് സാങ്ഷനാണ്, എക്കണോമിക് സാങ്ഷൻ. അമേരിക്കയും മറ്റെല്ലാ രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും, ഇൻക്ലൂഡിങ് ചൈന പോലും ഇറാൻ്റെ മേളിൽ സാങ്ഷനാണ്. റഷ്യ ആണെങ്കിലും ഇപ്പോഴത്തെ ആ വാറിൻ്റെ ഇഷ്യൂന് അല്ലെങ്കിൽ അവരും ഈ സാങ്ഷനുമായിട്ട് അവരും നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഉക്രൈൻ വാറുമായിട്ടുള്ള റഷ്യയും മറ്റുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരായി കഴിഞ്ഞപ്പോഴാണ് അവർ ഇറാനെ സഹായിക്കാമെന്നും പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സാങ്ഷൻ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്താ ഉണ്ടാകുന്നത്? അവിടെയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ പല സാധനങ്ങളും, അതായത് വെപ്പൺസ് ആണെങ്കിൽ നിങ്ങൾ നോക്കുക. ഇപ്പം ഇറാൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് ഏകദേശം 6 ലക്ഷം 8 ലക്ഷത്തോളം, 6 ലക്ഷം ആക്റ്റീവ് ഉണ്ട്, ബാക്കിയുള്ള ഉത്തര റിസർവ് ഉണ്ട്. അതാണ് അവരുടെ കണക്ക് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ എയർക്രാഫ്റ്റുകൾ, മിലിറ്ററി എയർക്രാഫ്റ്റ് അല്ല, ഈ അവിടെ സിവിലിയൻ എയർക്രാഫ്റ്റുകൾ ഈ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പം സ്പെയർ പാർട്സ് കിട്ടാതെ ആക്സിഡൻ്റായി, 2-3 ആക്സിഡൻ്റായി. അതാ ഞാൻ പറഞ്ഞ ആളുകളെ കൂട്ട് സഞ്ചരിപ്പിക്കുന്ന എയർക്രാഫ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ വരുന്നത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെയാണ്. അപ്പം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാക്കാൻ വലിയ പാടാണ്. അതാ ഇവർ പലതും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ, മറ്റേ റോൾസ് റോയ്സിൻ്റെ ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പല സംഭവങ്ങളൊക്കെ നടത്തി. പക്ഷെ അതൊക്കെ ഫെയിലിയർ ആവുകയാണ്. പിന്നെ മറ്റൊന്ന്, അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ അവരിപ്പോഴും അമേരിക്കയുടെ F-14 ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട ഇറാനിയൻ പ്രസിഡൻറ്റ്, അതായത് ഈ പറയുന്ന ഇബ്രാഹിം റൈസി, അദ്ദേഹം ട്രാവൽ ചെയ്തിരുന്ന ഹെലികോപ്റ്റർ പറഞ്ഞ് ബെൽ അമേരിക്കൻ കമ്പനിയുടെയാണ്. ഇതിനകത്തൊക്കെ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇവരെവിടുന്നൊക്കെ അറേഞ്ച് ചെയ്യും. അതായത് ഈ കാരണം അമേരിക്ക കൊടുക്കത്തില്ല, മറ്റുള്ള രാജ്യങ്ങളും കൊടുക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് വേണ്ടത്? പട്ടാളത്തിൻ്റെയാണ് ഈ സാധനങ്ങൾ എപ്പോഴും ഇവർ ഈ ട്രെയിനിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് അതിനകത്തും ഈ സാധനങ്ങൾ വേണം. ഇപ്പം എന്താ അവരുടെ ഓയിൽ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് റിഫൈനറി എന്താണ് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറച്ചത്? കാരണം അവർക്ക് മാറാൻ ഈ സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാനുള്ള സാധനം അവരുടെ കയ്യിലില്ല. ഇവിടുത്തെ സുഡാപ്പികളും ഈ വൃത്തികെട്ട ചാനലും പറയുന്നതൊന്നുമല്ല റിയാലിറ്റി. ഞാൻ ആ ഇറാനിയൻ പത്രക്കാരോട് ചോദിച്ചു, എന്താ സംഭവം? അവരവരുടെ ക്രൈസിസ് എന്തുകൊണ്ടാണ് 2 മണിക്കൂർ അവിടെ പവറുള്ളൂ, ബാക്കിയുള്ള സമയം എല്ലാം പവർ കട്ടാണ് ഈ തണുത്ത സമയത്ത്. എന്താ കാര്യം? ഇതവർക്ക് ജനറേറ്റ് ചെയ്ത് സപ്ലൈ ചെയ്യാനുള്ള പൈപ്പ് ലൈൻ്റെ അകത്ത് പല സംഭവങ്ങളുണ്ട്. ഈ പറയുന്ന ലോകരാജ്യങ്ങളിൽ വളരെ ദീർഘമായ സാങ്ഷൻ കൊണ്ട് ഈ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. പണമുണ്ട്, പക്ഷെ സാധനങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇവരപ്പം മറ്റുള്ള ഗ്രേ മാർക്കറ്റിൽ നിന്നും ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നും ചില സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അതൊരു പരിധി വരെ പറ്റത്തുള്ളൂ. പക്ഷെ മിലിറ്ററിയുമായിട്ടുള്ള സംഭവം നോക്കുവാണെങ്കിൽ അത് ഭയങ്കര പാടാണ് കിട്ടാൻ. കാരണം എന്തുകൊണ്ടാണ് ചൈന, ഇപ്പം നേരത്തെ ഒരു വീഡിയോ പറഞ്ഞത്, അതായത് മീഡിയം റേഞ്ച് മിസൈലിൻ്റെ അകത്ത് സോഡിയം പെർക്കോലൈറ്റാണ് കൊടുക്കുന്നത് നേരിട്ട്. ബേസിക്കലി അത് വേണ്ടത് അമോണിയം പെർക്കോലൈറ്റാണ്. കാരണം അത് ഫ്യൂവലിന് യൂസ് ചെയ്യുന്നതാണ്, സോളിഡ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സോഡിയം പെർക്കോലേറ്റ് കൊടുത്താൽ വലിയ പ്രശ്നമില്ല, കാരണം ഡയറക്റ്റ് സാധനമല്ല. പക്ഷെ അമോണിയം പെർക്കോലേറ്റ് കൊടുത്താൽ സാങ്ഷൻ കയറി വരും ചൈനയ്ക്കെതിരെ. അതുകൊണ്ടാണ് അവർ സോഡിയം പെർക്കോലേറ്റ് കൊടുത്ത് അത് ഇറാനിൽ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്ത് അമോണിയം പെർക്കോലൈറ്റ് ആക്കുന്നത്. അതേപോലെ തന്നെയാണ് പല രാജ്യങ്ങളും. ഇപ്പോൾ ഇന്ത്യ, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് യുണൈറ്റഡ് നേഷൻ്റെ ഒക്കെ അമേരിക്കയുടെ ഒക്കെ രീതിയിൽ നമ്മൾ അവരുടെ ഓയിൽ മേടിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക്. പകരം നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പറഞ്ഞിട്ടുള്ള സാധനം. കാരണം ഫുഡ് ഫോർ ഓയിൽ എന്നുള്ള പ്രോഗ്രാമിനാണ് കൊടുക്കുന്നത്. ഓയിൽ തരുന്നും അവർക്കുള്ള ആഹാര സാധനങ്ങൾ, അത്യാവശ്യമുള്ള സിമെൻറ്റ്, കമ്പി, ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൊടുക്കുക.
ഇതിനകത്ത് മറ്റുള്ള ഒരു സാധനം വെപ്പൺ ഉണ്ടാക്കുന്ന സാധനങ്ങളോ അതിന് പറ്റിയ സ്റ്റീലോ ഈ സംഭവങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അത് കൊടുത്ത 2 or 3 ഇന്ത്യൻ കമ്പനിക്കെതിരെ അമേരിക്കൻ സാങ്ഷനായി. ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ് സാങ്ഷൻ എടുത്തത് 3 or 4 കമ്പനിക്കെതിരെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ പുറകെ നടക്കുക. സാങ്ഷൻ ഇമ്പോസ്, കാരണം മാപ്പ് പറഞ്ഞ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇന്ത്യയുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അത് ഏതാണ്ട് അതിൻ്റെ ഒരു ടോക്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം മനസ്സിലാക്കേണ്ട സംഭവം ഡിഫെൻസീവായിട്ട്, അതായത് ഇറാനിയൻ ഡിഫെൻസീവായിട്ടും അവരുടെ സ്ട്രാറ്റജിക്കുമായിട്ടും ബന്ധപ്പെട്ട ഒരു സാധനങ്ങളും ലോകത്തൊരു രാജ്യങ്ങളും കൊടുക്കത്തില്ല പേടിച്ചിട്ട്. അപ്പോൾ പിന്നെ അവർക്കുള്ള ഓപ്ഷൻ എന്തുവാ? കാരണം ഇത് ഓടിച്ചേ മതിയാവത്തുള്ളൂ. അതായത് ഓപ്പൺ മാർക്കറ്റ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പറ്റത്തില്ല. പിന്നെ ഗ്രേ മാർക്കറ്റിൽ നിന്നും ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നും സാധനം അവർക്ക് ഡയറക്റ്റ് എടുക്കാനും പറ്റത്തില്ല. അതിനു വേണ്ടിയാണ് അവർ മിലിറ്ററി കോൺട്രാക്ടേഴ്സിനെ വെക്കുന്നത്. അവർ പല രാജ്യത്തുള്ളവരായിരിക്കും, ചെറിയ ചെറിയ രാജ്യത്ത് ബിസിനസ്സൊക്കെ ചെയ്ത് കഴിയുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന് കയറിയ ആൾക്കാരാണ് ഈ മൊസാദിൻ്റെ ഏജൻറ്റുകളായിട്ടുള്ള മലയാളികൾ ഇസ്മായിൽ ഹനിയെ തട്ടിയത്. അങ്ങനെ അവർ ഈ ഇറാൻ്റെ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സായിരുന്നു. ഈ കോൺട്രാക്ടേഴ്സ് തന്നെയാണ്, ബന്ധപ്പെട്ടവർ തന്നെയാണ് ഈ ഹിസ്ബുള്ളയ്ക്ക് സാധനങ്ങൾ പേജർ സപ്ലൈ ചെയ്തവർ. കാരണം ഇവരെ ഓപ്പൺ മറ്റുള്ള പോയി സ്ഥലത്തു നിന്ന് കണ്ടുപിടിച്ച് അവർക്ക് അവിടെ കമ്പനിയുണ്ട്. കാരണം ബേസിക്കലി ഇവരുടെ ഡിമാൻഡ് ഇസ്രായേലി മൊസാദിന് അറിയാമല്ലോ, ഇവർക്ക് ഈ ഡിമാൻഡുണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗ്രേ മാർക്കറ്റിലുള്ള ആൾക്കാർ ഇവർ കോണ്ടാക്ട് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇവർ പല സാധനങ്ങളും, ഡിഫൻസിനുള്ള സാധനം, സ്ട്രാറ്റജിക് ആയിട്ടുള്ള സാധനങ്ങളും വാങ്ങുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതേപോലെ ഹിസ്ബുള്ളയ്ക്ക് ആരും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് മിലിഷ്യ ഓർഗനൈസേഷൻ ലോകം മുഴുവനുണ്ടാവും. അതിൻ്റെ മുകളിൽ ബാൻഡാണ്. അവരും എന്താ ചെയ്യുന്നത്? അവർക്കും ആവശ്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിലിറ്ററി വെപ്പൺസ് എന്ന് പറയുന്നത് ഇതിനകത്ത് എപ്പോഴും മെയിൻ്റനൻസും ഈ സർവീസ്, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ചില സാധനങ്ങളൊക്കെ അവർ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മറ്റു പല ആൾക്കാർ ചില സാധനങ്ങൾ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടിയാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് വെപ്പണിൻ്റെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെപ്പണിൻ്റെ ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് അത് ഒരു വൺ ടൈം അല്ല. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ്ങിൽ അങ്ങ് പോകും. കാരണം ഇതുമായിട്ട് മെയിൻ്റനൻസ്, ബുള്ളറ്റ്, ഷെൽസ് ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സംഭവമാണിത്. അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി കൊടുത്ത് അവരുടെ ആൾക്കാർ വന്ന് ഇത് മുഴുവനും പഠിപ്പിക്കണം. അതാണ് TOT എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യ പല രാജ്യങ്ങളിൽ ഇത് സാധനങ്ങൾ വാങ്ങാൻ നേരത്ത് ആദ്യം TOT അങ്ങ് സഹിക്കുക, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. അത് അവരിവിടെ വന്ന് പഠിപ്പിച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായം. കാരണം ഇൻ കേസ് അവർ തന്നില്ലെങ്കിൽ ഇവിടെ അത് ഉണ്ടാക്കിയെടുക്കും. അതാണ് എൻ്റെ കാര്യം. ആദ്യത്തെ ഇപ്പം റഫേൽ ഇത്ര 34-36 തന്നേ ബാക്കിയുള്ളത് ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. ഇതാണ്. അപ്പം ഇതൊന്നും ബേസിക്കലി ഇറാൻ അറിയത്തില്ല. ഈ പറയുന്ന പഴയ ഇറാൻ, ഇസ്ലാമിക് റവല്യൂഷന് മുമ്പുള്ള ഇറാൻ ഹൈലി ക്വാളിഫൈഡ് ആയിരുന്നു. കാരണം അവിടെ സയൻറ്റിസ്റ്റുകളുണ്ടായിരുന്നു പല രീതിയിലും. മോഡേൺ മെഡിസിനൊക്കെ വലിയ സംഭവമായിരുന്നു അവിടെ. പക്ഷേ ഇസ്ലാമിക് റവല്യൂഷനും ഷിയ സംഭവം വന്ന ശേഷം ഇതൊക്കെ ഇല്ലാതെ. കാരണം ഇതൊന്നും അവർക്ക് തലയ്ക്കകത്ത് കയറത്തില്ലല്ലോ. 24 മണിക്കൂറും ദൈവമാണ്, മറ്റേ ചാക്കുമൊക്കെ ഇട്ട് നടക്കുക. ഇതാണ് അറബ് രാജ്യങ്ങൾക്ക് ഏറ്റവും പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. അവർക്ക് കാരണം ഒരു സമയത്ത് നിങ്ങൾ അറബ് രാജ്യങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ ഇവർ എഡ്യൂക്കേഷനിലും മോഡേൺ മെഡിസിനിലൊക്കെ മുമ്പിൽ നിന്ന രാജ്യങ്ങൾ. പിന്നീട് ഈ സാധനം കയറി അങ്ങ് വന്നു കഴിയുമ്പോൾ ഇതിനെ അങ്ങ് തൊലച്ചു. അതുകൊണ്ടാണ് സൗദി അറേബ്യയ്ക്ക് പറ്റിയ അബദ്ധം എന്തോ. അവരേറ്റവും കൂടിയ സാധനം അമേരിക്കയിൽ നിന്ന് മേടിച്ചു വെക്കും. ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് അറിയത്തില്ല. ബേസിക്കലി അവർക്ക് അതിനെപ്പറ്റിയുള്ള ഗ്രാഹ്യമില്ല, പഠനം. ഇവിടെയാണ് ഞാൻ ഈ നേരത്തെ ഒരു സംഭവം പറഞ്ഞത്. മലയാളി ഹൈലി സ്കിൽഡാണ്. ഈ പറയുന്ന ഈ മലയാളികൾക്ക് എൻ്റെ ഒരു ചോദ്യം, നല്ല ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്ന ഇവർക്ക് നല്ല എഡ്യൂക്കേഷൻ, ഇവർ ഈ ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ അതിഭയങ്കരമായ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനും സംഭവങ്ങളൊക്കെ കൊടുത്തിരുന്നുവെങ്കിൽ ഈ കമ്മ്യൂണിസം പുല്ലും ഒക്കെ മാറ്റി വെച്ചിട്ട് എച്ചപ്പയും കിച്ചപ്പയും പൂപ്പും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ മലയാളികളെ പിടിച്ചാൽ പോലും കിട്ടത്തില്ല. അത്ര അഗ്രസീവാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയും. ഇപ്പം ഞാൻ
ഞാൻ ഈ ജേർണലിസമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരും എന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മലയാളിക്ക് കൊടുക്കുന്നൊരു വർക്കും ഒരു നോർത്ത് ഇന്ത്യന് കൊടുക്കുന്ന വർക്കിന് ഭയങ്കര വ്യത്യാസം. മലയാളി ഭയങ്കര എക്സ്പെർട്ട്. അവൻ ആദ്യം 2 തെറിയൊക്കെ വിളിച്ച് അവനെ പഠിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പാരവെപ്പും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന കാര്യം. ഓഫീസ് പൊളിറ്റിക്സ് കളിക്കുന്നതിന് വൃത്തികെട്ടവരാ മലയാളികൾ. അതുമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇവൻ ജോലിയുടെ കാര്യത്തിന് ആൾ മിടുക്കൻ. അവൻ ഡെലിവറി ഭയങ്കരമാണ്. ഈ പറഞ്ഞ മറ്റവനാണെങ്കിൽ ഇത് അവൻ്റെ തലയിലിട്ട് അടിച്ചാൽ പോലും അവൻ്റെ പ്രശ്നമില്ല, ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മലയാളി ഇത് ഡെലിവറി ചെയ്യും. ഇപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ സംഭവിച്ചു കൊടുക്കുക. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാലും മലയാളിന് ഒരു 5% പോലും അടുത്തത്തില്ല ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റുകാർ. ഇത് എൻ്റെ ഒരു അനാലിസിസാണ്. അതുകൊണ്ടാണ് ഗ്ലോബലായിട്ട് നോക്കുമ്പോൾ മലയാളി ഇത്ര സക്സസ് ആയേക്കുന്നത്. പക്ഷെ അവർ കൂടുതലും ബിസിനസ്സിലില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ ഈ സോഷ്യലിസവും മണ്ണാങ്കട്ടേക്കുള്ളതുകൊണ്ട് അതിനകത്ത് ഈ നല്ല ബിസിനസ് സ്കൂളും സംഭവം നമ്മുടെ എഡ്യൂക്കേഷൻ തുടക്കത്തിലെ ഇവരെ ബിസിനസ്സൊക്കെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഗ്ലോബലായിട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെയായി വന്നതിനെതിരെ. പക്ഷേ ഇതിൻ്റെ അകത്ത് ബിസിനസ്സുകാരൻ മുതലാളിയാണ്, ബൂർഷയാണ്, ഗീർഷയാണെന്നൊക്കെ പറയുമ്പോൾ അത് തലയ്ക്കകത്ത് കിടക്കും. ഏതെങ്കിലും ഒരു മലയാളി കേരളത്തിൽ ഒരു മുതലാളി അംഗീകരിക്കുന്നതായിട്ടുണ്ട്. അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ബേസിക്കലി ആ മലയാളിയുടെ തലയ്ക്ക് അതിൻ്റെ ഡി എൻ എ അല്ല, അവൻ അങ്ങനെ വളർന്നു വന്നേക്കുന്നത്. ഇപ്പോഴും മുതലാളി അവൻ്റെ ശത്രു 10, 4, 5 ബീഡീസ് കെട്ട് വിൽക്കുന്ന ഒരു മാടക്കടക്കാരൻ പോലും മലയാളിയുടെ മുമ്പിൽ മുതലാളിയാണ്, അവൻ ശത്രുവാണ്. കാരണം അവൻ ക്യാഷ് വാങ്ങുന്നു. ഇതാണ് പ്രശ്നം. റിയാലിറ്റി ആയത്. ഞാനിത് സ്റ്റഡി ചെയ്ത ബേസിക്കലി. അപ്പം ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല വന്ന് ഞങ്ങൾ ഈ പറയുമ്പോൾ അപ്പോൾ അത്രമാത്രം ടാലൻറ്റഡ് ആയവർ. മലയാളി ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അടുത്ത വീട്ടിൽ എന്ത് വന്നു, ഇവിടെ എന്ത് വന്നു, ഇതെന്ത് വന്നു. അവൻ്റെ വീടിനേക്കാളും അവൻ്റെ താല്പര്യം മറ്റുള്ളവൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നുള്ള താല്പര്യം. ഇതൊക്കെ മലയാളം രസകരമായ സംഭവങ്ങളാണ്. നാച്ചുറലി ഇതൊക്കെ സ്പൈ ഓപ്പറേഷനകത്ത് ഒരു വലിയ ഭാഗമാണ്. പഠിക്കുക, മനസ്സിലാക്കുക, ഓപ്പറേഷൻ ശൈലിയിലോട്ട് കൊണ്ടുവരിക. അതിനകത്ത് മലയാളി സക്സീഡായി. പിന്നെ ഒരു ആത്മാർത്ഥമായിട്ട് ജോലി വളരെ സിൻസിയറാണ്. ഈ മിഡിൽ ഈസ്റ്റൊക്കെ ഇത്രയും ആക്കിയത് മലയാളികളായിട്ട് പുറകിൽ നിന്നത്. അവരുടെ പ്രവർത്തനം കൊണ്ട് ഈ സംഭവം കയറി. അല്ലെങ്കിൽ ഈ അറബികൾക്ക് എന്ത് ബോധമുള്ളത്? അറബികൾക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് മലയാളികൾ അവിടെ കയറി രക്ഷപ്പെട്ടത്. അവൻ ഈ ബിസിനസ്സും ഈ എഡ്യൂക്കേഷനും കാര്യങ്ങളും നല്ല ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. ഇത്രയും മലയാളികൾ അവിടെ കയറി വരൂ. ഇത് റിയാലിറ്റിയാണ്. ആ ഗ്രൗണ്ട് റിയാലിറ്റി അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ മലയാളികൾ പലയിടത്തും കയറി വരുന്നത്. അതേപോലെ തന്നെ ഈ മൊസാദുമായിട്ടൊന്നുമല്ല, ലോകത്തിലെ പല ഓർഗനൈസേഷൻ്റെ അകത്തും ഇതേപോലെ ലോ എൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ തന്നെ, യൂറോപ്പിലാണെങ്കിലും, എനിക്ക് ഈ നെതർലാൻഡ്സിൽ ജോലി ചെയ്യുന്ന സീനിയറായിട്ട് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന മലയാളി പോലീസുകാരെ അറിയാം. നമ്മുടെ നാട്ടിലുള്ളവരാണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു ഹൈലി ടാലൻറ്റഡുമാണ് ഇതൊരു സംഭവം. അപ്പോൾ അമേരിക്കൻ ഫോഴ്സിൽ തന്നെ എത്രയോ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രയോ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മലയാളികൾ ആ ഒരു മനസ്സിലാക്കേണ്ടാൽ ഹൈലി ടാലൻറ്റഡ് ആണ്. പക്ഷേ കുറച്ചും കൂടെ ഈ സംഭവങ്ങൾ അവൻ ഗ്രോ അപ്പ് ചെയ്യുന്ന സംഭവം, അവൻ്റെ എഡ്യൂക്കേഷൻ സംഭവം നല്ല പൊട്ടൻഷ്യലായിട്ട് അവന് കൊടുത്തിരുന്നത് അവൻ ലോകത്തെ കീഴ്മേൽ മറിച്ചേനെ. അപ്പം എനിക്കത് ഏകദേശം നിങ്ങൾ പിടികിട്ടിക്കാണ് എങ്ങനെയാണ് ഇത് എൻട്രി ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ മൊസാദിനും ഇസ്രായേലി ഗവൺമെൻറ്റിനും ഇവരോട് താല്പര്യം. കാരണം ഇവർ ഗ്ലോബലായിട്ട് ലോകം മുഴുവൻ യാത്ര ചെയ്ത് അലഞ്ഞു കിടക്കുന്ന കൂട്ടത്തിലും മലയാളികളുണ്ട്. അവന് വർക്ക് ചെയ്യാനറിയാം, അത് റിസൾട്ട് കൊണ്ടുവരാനറിയാം, അത് എക്സിക്യൂട്ട് ചെയ്യാനറിയാം. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ചെറിയൊന്നും സംഭവമൊന്നുമല്ല. ലോകത്തിലേറ്റവും ഭയാനകമായ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മിലിഷ്യ ഓപ്പറേഷനുള്ളവരാണ് അവർ. അത് ഇറാൻ്റെ കംപ്ലീറ്റ് കൊടുത്ത് അവരെയൊക്കെ തൊലച്ച് കൈ കൊടുത്ത മലയാളികൾ. ഇസ്മായിൽ ഹനിയയുടെ ഓപ്പറേഷൻ അടുത്ത് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനൊക്കെ തട്ട് ചെയ്ത് അതൊക്കെ ഇനി വരാൻ പോകുന്ന സമയത്ത് ഹോളിവുഡ് സിനിമ ആകുമ്പോഴേ നിങ്ങൾക്ക് പിടികിട്ടുന്നത് ഇതിൻ്റെ പുറകിലൊക്കെ ഒരു മലയാളിയുടെ തലയുണ്ടായിരുന്നു. അതിൽ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്.